personal right. I have a constitutional right to believe in the God. How can he say that is soft Hindutva? I am a devotee of Kollur Moogambika. I am very happy to. ഞാൻ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഒരു ഡിവോട്ടിയാണ്, ഒരു ആരാധകനാണ്, ഒരു ഭക്തനാണ്. എങ്ങനെയാണ് ഞാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തെറ്റാണ് എന്ന് ഒരു CPM-കാരൻ പറയുക, MA ബേബി പറയുക എന്നാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ പത്രസമ്മേളനത്തിനിടെ പറഞ്ഞത്. എപ്പോഴെങ്കിലും MA ബേബി VD സതീശ മേനോൻ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ MA ബേബി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഒരു മറു ചോദ്യം. സുഹൃത്തുക്കളെ, ഇതുവരെയായിട്ടും പറയാത്ത ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. MA ബേബി CPM-കാരനായിട്ടുള്ള MA ബേബി പറഞ്ഞു എന്നും പറഞ്ഞ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു വർത്തമാനം ഒരു പത്രസമ്മേളനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന VD സതീശ മേനോൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഒരു സംശയമില്ല, ഇത് സംഘപരിവാരുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള തീവ്ര ഹിന്ദുക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണ്, ഇല്ലാത്ത വാർത്തയാണ്, തെറ്റായിട്ടുള്ള വാർത്തയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം MA ബേബിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ പറഞ്ഞതായിട്ടും നമുക്ക് ആർക്കും അറിവില്ല. ആകെ MA ബേബി ചോദിച്ചിട്ടുണ്ടായിരിക്കുക, എന്തിനാണ് ആ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയത്? അത് ആരെ കാണാൻ വേണ്ടിയിട്ടാണ്? എന്ത് ഡീലിന്റെ പുറത്താണ്? താങ്കളെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്രയോ ലക്ഷം രൂപ ചെലവഴിക്കിയിട്ട് ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് ജെറ്റിൽ അങ്ങനെ പോകണമെങ്കിൽ അദാനിയുമായിട്ട് താങ്കൾക്ക് എന്ത് കുൽസിത ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നത് പോലെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും അത് ഇവരുടെ അതേ രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകൾ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ആർജവമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് മാത്രം. സംഗതി അവിടെ കിടക്കട്ടെ. പക്ഷേ അതിന് പകരം അമ്പലത്തിലേക്ക് പോകുന്ന ഒരാളെ, അമ്പലത്തിൽ പോയ എന്നെ പോകാൻ പാടില്ല എന്നൊക്കെ പറയാൻ ഇവരാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഒരു വർഗീയ വർത്തമാനം അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവ് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ VD സതീശ മേനോൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം CPM-കാർ മുഴുവൻ ഒരു ഹിന്ദു വിരോധികളാണ്, ഹിന്ദു വിരോധികളാണ്, അല്ലെങ്കിൽ വിശ്വാസ വിരോധികളാണ് എന്ന തരത്തിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ എത്ര പെട്ടെന്നാണ് ഇദ്ദേഹം ശ്രമിച്ചത്, അല്ലെങ്കിൽ VD സതീശ മേനോൻ കഴിഞ്ഞത് എന്നതാണ്. ശരിക്കും എന്താണ് യാഥാർത്ഥ്യം? കേട്ടോക്കൂ, ഇതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി അടിക്കടിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നത് മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണെന്നും ഹൈന്ദവ സമുദായത്തെ പ്രീണിപ്പിക്കാനാണെന്നുമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനത്തിനായിരുന്നു മറുപടി. എവിടെയാണ് ഞാനിങ്ങനെ ഒരു വിമർശനം നടത്തിയത്? മൂകാംബിക എന്നുള്ള വാക്ക് ഞാൻ ഉച്ചരിക്കുന്നത് ഇപ്പൊ ഈ വാർത്ത വായിച്ചപ്പോഴാണ്. ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടായിരുന്നവരാണ് നിങ്ങളല്ല. അപ്പൊ ഞാൻ നടത്താത്ത ഒരു പരാമർശം എന്തടിസ്ഥാനത്തിലാണ് ശ്രീ VD സതീശൻ മറുപടി പറയാൻ ആധാരമാക്കിയത്? ആരെങ്കിലും പറയുന്നത് കേട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പാടുണ്ടോ? അല്ലേ? എത്ര കൃത്യമായിട്ട് അതിന് ചോദിക്കുന്നു. ആരെങ്കിലും പറയുന്നത് കേട്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളിക്കുത്തരം പറയുക എന്നൊക്കെ പറയും. ഈ പരിപാടിയാണോ നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ? അത് അന്വേഷിക്കേണ്ടേ. ഇങ്ങനെ MA ബേബി പറഞ്ഞിട്ടുണ്ടോ? അത് യാഥാർത്ഥ്യമാണോ ആ ഒരു പത്രവാർത്ത എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണ്ടേ. ഈ അടുത്ത കാലത്ത് മുഴുവൻ നമ്മൾ കണ്ടത് നുണ പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുന്ന ഒരു മന്ത്രിയായിട്ട്, ഒരു മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ മാറുന്നു എന്നതാണ്. ഇവന് KSUവിനെ പോലും തള്ളിപ്പറയാൻ ഒരു മടിയും കാണിക്കാത്ത രീതിയിൽ അദ്ദേഹം വളർന്നു വരുന്നു എന്നതാണ്. ഒരു പക്ഷേ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ല എന്ന തോന്നലായിരിക്കാം അദ്ദേഹത്തിന് KSUവിനടക്കം ഇങ്ങനെ തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് തോന്നിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ആവുന്നതിലേക്ക് ജയിച്ചു കഴിഞ്ഞ ശേഷം പാർട്ടിയിൽ നിന്ന് ഒരു സപ്പോർട്ടും VD സതീശൻ മുന്നിൽ കിട്ടിയിരുന്നില്ല. സപ്പോർട്ട് മുഴുവൻ കിട്ടിയിരുന്നത് വേണുഗോപാലിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ദേഷ്യം, കലിപ്പ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും എതിർത്ത് മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ തന്നെ VD സതീശൻ മേനോൻ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും KSUക്ക് ആരാ ഭരണത്തിൽ ഇടപെടാൻ എന്ന ചോദ്യമൊക്കെ VD സതീശൻ മേനോൻ ഇങ്ങനെ പച്ചയ്ക്ക് ചോദിക്കുന്നത്. ശരി, എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിലൊരു വർഗീയത അല്ലെങ്കിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ CPM-കാർ മുഴുവൻ ഈ വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന രീതിയിൽ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നതാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം
ഒരു പൊതുസമൂഹത്തെ നുണയിലേക്ക് തള്ളിവിടുകയാണ് VD സതീശൻ മേനോൻ ചെയ്യുന്നത്. ഇത് ശരിയല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ വസ്തുതാപരമല്ലാത്ത കാര്യം പറയുന്നത് സമൂഹത്തിനാകെ ദോഷം ചെയ്യും എന്ന് പറയുന്നതിന്റെ ഉഗ്രൻ തെളിവാണ് ഇന്ന് വന്നിരിക്കുന്ന മാതൃഭൂമി പത്രം. മുഖ്യമന്ത്രിയാണ് പറയുന്നത്, VD സതീശൻ എന്ന ബഹുമാനായുള്ള നേതാവാണ് പറയുന്നത്, അത് ശരിയായിരിക്കും എന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതുന്ന ജേർണലിസ്റ്റ് ധരിച്ചു. ആരാണ് ധരിക്കാതിരിക്കുക? എനിക്ക് VD സതീശൻ നമ്മൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുമ്പോഴും അദ്ദേഹത്തെ ഒരു വലിയ നേതാവായിട്ടല്ലേ നമ്മൾ കാണുന്നത്, മുഖ്യമന്ത്രിയായിട്ടല്ലേ കാണുന്നത്. ആ പദവിയിലിരിക്കുന്ന ഒരാള് സത്യമേ പറയൂ എന്ന് മാത്രമാണ്. അദ്ദേഹത്തിനോട് അധികമായിട്ടുള്ളൊരു കാര്യം കൂടില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്. കോൺഗ്രസ് പാർട്ടി ആരുടെ പാർട്ടിയാണ്? മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളിൽ ഒന്ന് സത്യവും ഒന്ന് അഹിംസയാണ്. അതിലാണ് ഈ പാർട്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കാലം കുറെ കടന്നുപോയി. രാഷ്ട്രീയത്തിനകത്തുള്ള ഈ ഡേ ടു ഡേ കാര്യങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കള്ളത്തരവും അതും ഇതും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ മറ്റൊരു രാഷ്ട്രീയ നോക്കൂ, സതീഷ് അടക്കമുള്ള ആളുകൾ ഇത് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വെക്കുകയാണ്. കാരണം ചില ആളുകളൊക്കെ ചോദിക്കുന്നത് VD സതീശൻ മേനോനെ എഴുത്തിനിരുത്തിയത് എവിടെയാണ്, മനോരമയിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നുണകളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ നുണകൾ മുഴുവൻ പൊതുസമൂഹം വിശ്വസിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ UDF ജയിപ്പിക്കല്ലേ, നമ്മളൊരു ഇരുണ്ട കാലത്തിലേക്ക് പോകും. ഇപ്പോൾ നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ഒരു ഇരുണ്ട കാലത്തിലേക്ക് നമ്മൾ എത്ര പെട്ടെന്നാണ് പോയത്. 2 മാസം തികയും മുമ്പ് തന്നെ 2 മണിക്കൂറാണ് ഇപ്പോൾ ഓരോ വീട്ടിലും കട്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ വീട്ടിൽ കട്ടില്ലേ? അതെന്താ UDF വീട്ടിൽ മാത്രം ഇനിയിപ്പോൾ VD സതീശൻ കറണ്ട് കത്തിക്കാൻ സ്പെഷ്യൽ വല്ല ഓട്ടം കൊടുത്തിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവാത്തൊന്ന് ചോദിക്കുകയാണ് കേട്ടോ, ഞാൻ അറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം വളരെ പച്ചവെള്ളം പോലെ വ്യക്തമായിരുന്നു. നോക്കൂ, ഇവിടെ ഈ ഒരു സമയത്ത് നമ്മുടെ LDF ഗവൺമെന്റ് ആണെങ്കിൽ ഒരു സംശയവുമില്ല, കറണ്ട് കട്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുകയില്ല. കാരണം അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അവർക്ക് കറണ്ട് എവിടെ നിന്നാണ് ചിലവ് കുറച്ച് വാങ്ങിക്കേണ്ടത്, ഏത് സമയത്ത് പോയാലാണ് കിട്ടുക, ഏത് കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ അറിയാം. നമ്മുടെ MM മണി, വെറും 4ാം ക്ലാസ്സും ഗുസ്തി മാത്രമുള്ള MM മണി അത് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇത്തരം ആളുകളൊക്കെ സണ്ണി ജോസഫൊക്കെ ബബ്ബ അടിച്ച് നടക്കേണ്ട ഗതികേട് വരുന്നത്. ആളുകളോട് അയൺ ബോക്സ് ഉപയോഗിക്കരുത്, ഫാൻ ഉപയോഗിക്കരുത് എന്നൊക്കെ ഈ ഒരു സമയത്ത് പറയാൻ അദ്ദേഹത്തിന് എന്താണ് ഉത്തരവാദിത്ത ബോധമുള്ളത്? അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് 2 മാസം കൊണ്ട് ഇരുട്ടിലേക്ക് നമ്മളെ തള്ളിവിട്ടിരിക്കുന്നു. 2 മണിക്കൂർ കട്ടാണ്. ഇന്നലെ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ 9 മണിക്ക് പോയിട്ട് 6 മണിക്കാണ് കറണ്ട് വന്നത്. പിന്നീട് 7 മണിക്ക് പോകുന്നു, 7:30 വരുന്നു, ഇങ്ങനെ പിന്നെ 11 മണിക്ക് പോകുന്നു, 11:30 വരുന്നു, പിന്നെ 12 മണിക്ക് പോകുന്നു, 12:15 വരുന്നു. ഈ പറയുന്ന അവസ്ഥയിലാണ് കറണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അനുഭവിച്ചോളി എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് അച്ചട്ടായിട്ട് മാറുകയാണ്. നമ്മളൊക്കെ ഇലക്ഷന് മുമ്പ് തന്നെ എന്തുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും ജയിക്കണമെന്ന് പറയുന്ന കാരണങ്ങളെല്ലാം സത്യമായി തിരിഞ്ഞെന്നുള്ളതാണ്. അനുഭവിച്ചോളി. ബൈ.